You've been talking about patience, hoping for everlasting. You're known for talking. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാൻസിഷൻ ആണ്. അതായത് നമ്മുടെ സ്വന്തം വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാൻസിഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Alightmotion ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് വന്ന് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിലാണ് ഞാൻ വന്ന ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് നമ്മളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ആ ഒരു വീഡിയോയുടെ ട്രാൻസിഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ആ ഒരു പ്ലേസിൽ വന്നിട്ട് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഫിംഗർ ഉപയോഗിച്ച് ഇതേപോലെ നല്ലതായിട്ട് വലുതാക്കി കൊടുക്കുക. ഇതെന്ന് നമ്മൾ കളർ ആൻഡ് ഫില്ല് വന്നിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. വൈറ്റാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള കളർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത അതായത് രണ്ടാമത്തെ എവിടെ നിന്നാണോ അത് എൻഡ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ട് സൂം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് ഏതൊരു സൈഡിലേക്കോ ഒന്നുകിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരിക. ദെൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കീ ഫ്രെയിം എൻഡിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ അടുത്തൊരു കീ ഫ്രെയിം ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ട കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്തിട്ട് ആ ഒരു ലെയർ വന്ന് ആ ഒരു വൈറ്റ് ലെയർ വന്ന് ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു കീ ഫ്രെയിം വന്ന് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു കർവ് ഓപ്ഷൻ ആഡ് ചെയ്യാണ്ട് കർവ് സെലക്ട് ചെയ്തിട്ട് നമ്മളിതാ ഈ ഒരു ഫോർത്ത് കർവ് കുറച്ചും കൂടി ഇതേപോലെ ഈ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫോർത്ത് കർവ് ഇതാണ്, ഇതേപോലെ രണ്ട് സൈഡിലേക്കും കറക്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു ബ്ലർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ബ്ലർ എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ ബ്ലറിൽ വന്നിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് 0.90 ഇതാ ഈ ഒരു റേഞ്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ പ്ലേ ആവുമെന്ന് എനിക്കറിയില്ല, ചെറിയ ലാഗ് ഉണ്ടാവും ചിലപ്പോൾ. എന്നാൽ ഞാൻ അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് പറഞ്ഞാൽ ഇതാ ഈ ഒരു ക്ലിപ്പാണ് ഉണ്ടാവുന്നത്. പിന്നെ ട്രാൻസിഷന് ശേഷം നമ്മൾ കണ്ടോ അവിടെ ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ക്ലിപ്പ് ആ ഒരു ട്രാൻസിഷനാണ് ഞാൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ എഫക്ട്സ് ആണ്. അതായത് നമ്മുടെ ഇപ്പം ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഓൾഡ് ഫോട്ടോസ് ഫസ്റ്റ് വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ വന്ന ശേഷം അത് അവരുടെ പുതിയ ലുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.